അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുട്ടികളുടെ വിരുന്നുപോക്ക് അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു പൊൻവിരുന്നാക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. ബാക്കിയുള്ള മക്കളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും സ്നേഹിക്കുന്നവർക്കും സുഹൃത്തുക്കൾക്കും സഹായികൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് ചെയ്യണേ. പടച്ചവനെ പെടുന്നതിനുള്ളൊക്കെ കാത്തു തരണേ റബ്ബേ. എല്ലാ ബലാവും മുസീബത്തും ഞങ്ങളെയും ആ കുടുംബത്തെയും രക്ഷിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ എല്ലാ ഹമ്മിൽ നിന്നും രക്ഷിക്കണേ പടച്ചവനെ. എല്ലാ സൽക്കർമ്മങ്ങളിൽ നിന്ന് ഞങ്ങളെ കൂടെ നിൽക്കണേ റബ്ബേ. ആ വീട്ടുകാർക്ക് മനസ്സമാധാനം കൊടുക്കണേ റബ്ബേ. മനസ്സമാധാനം കൊടുക്കണേ റബ്ബേ. ക്ഷമ കൊടുക്കണേ റബ്ബേ. പ്രത്യേകിച്ച് ഈ പിഞ്ചു മക്കളുടെ മാതാപിതാക്കൾ വളരെ പ്രയാസത്തിലും വിഷമത്തിലുമാണ് റബ്ബേ. അവർക്ക് നീ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള മനസ്സ് കൊടുക്കണേ പടച്ചവനെ. ഈ നാടിനെ നീ റാഹത്തിലാക്കണേ റബ്ബേ. വലിയ ദുരന്തങ്ങൾ ഈ ആഴ്ച ഈ 2 ദുരന്തങ്ങൾ, ഒരു തീപിടുത്ത 4 മക്കളുടെ വിയോഗങ്ങൾ അല്ലാഹുവേ, അതിനുവേണ്ടി ഈ ഇതിൽ ഭാഗവാക്കായ 2 കുടുംബങ്ങളെയും ഇവരെയും ഒക്കെ നീ ഖൈറിലാക്കണേ പടച്ചോനെ. നഷ്ടപ്പെട്ടതിനേക്കാൾ വലുത് തിരിച്ചു കൊടുക്കണേ പടച്ചോനെ. വലുത് തിരിച്ചു കൊടുക്കണേ പടച്ചോനെ. ക്ഷമ കൊടുക്കണേ പടച്ചോനെ. ക്ഷമ കൊടുക്കണേ പടച്ചോനെ. അല്ലാഹുവേ, ക്ഷമ കൊടുക്കണേ പടച്ചോനെ. ആ വീട്ടുകാരെ 2 വീട്ടിലും ഖൈറിലാക്കണേ പടച്ചോനെ. ഞങ്ങൾക്ക് ഖൈറ് ചെയ്യണേ പടച്ചോനെ. ഈ മക്കളുടെ വിയോഗത്തിൽ പങ്കാളികളായ ജാതി മതഭേദമന്യേ സർവരാലും നേരെ വെളുക്കുമ്പോൾ രാത്രിയുമൊക്കെ ഈ തുപ്പനാട് പനയമ്പാടത്ത് നിറഞ്ഞു കവിയുകയായിരുന്നു. ഈ വേദനയിൽ ജാതിയും മതവുമില്ലാതെ രാഷ്ട്രീയം മറന്ന് ജാതി മറന്ന് സർവ്വജനങ്ങളും ഈ വേദനയിൽ പങ്കാളികളായി ഈ വീട്ടുകാരെ സമാധാനിപ്പിച്ചു, അനുശോചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർക്ക് വേണ്ടി പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും വേണ്ടി, എല്ലാ ഗുണങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. പാലക്കാട് ലോറി പാഞ്ഞുകയറി മരിച്ച 4 കുഞ്ഞുങ്ങൾക്ക് നെഞ്ചുപൊട്ടി വിട നൽകിയിരിക്കുന്നു ജന്മനാട്. ഒന്നിച്ചു പഠിച്ച് ഒന്നിച്ച് സ്കൂളിൽ നിന്ന് മടങ്ങിയ 4 പേർക്കും ഒന്നിച്ച് അന്ത്യനിദ്ര. ആയിഷ, റിദ ഫാത്തിമ, ഇർഫാന ഷെറിൻ, നിദ ഫാത്തിമ എന്നിവരുടെ മൃതദേഹം തുപ്പനാട് ജുമാ മസ്ജിദിലെ ഖബറിടത്തിൽ സംസ്കരിച്ചു. ദുരന്തമുണ്ടാക്കിയ നടുക്കത്തിൽ നിന്നും മോചിതരാകാൻ ഇനിയും നാടിനായിട്ടില്ല. മുബഷീർ പി അക്ബറും അർജുൻ മട്ടന്നൂരും വിവരങ്ങളുമായി. മുബഷീർ, ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്, ഒരുമിച്ച് പഠിച്ചവരാണ്. ഇത്തവണ വെവ്വേറെ ഡിവിഷനുകളിലായിരുന്നു എന്ന് ഇപ്പോൾ അപകടത്തിൽ രക്ഷപ്പെട്ട കൂട്ടുകാരി ഇന്നലെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. വേറെ ഡിവിഷനിലാണെങ്കിലും പരീക്ഷ കഴിഞ്ഞ പരീക്ഷാ വിശേഷങ്ങൾ പങ്കുവെച്ച് മടങ്ങുകയായിരുന്നു 4 പേരും. 5 പേരും ഒരുമിച്ച്. അപ്പോഴാണ് ലോറി പാഞ്ഞുകയറി ഉണ്ടായ ഈ ദുരന്തം സംഭവിച്ചത്. ഇപ്പോൾ ഇവരുടെ അന്ത്യയാത്രയും അന്ത്യനിദ്രയും ഒരുമിച്ച് തന്നെ ഒരുക്കുകയായിരുന്നു അല്ലേ? അതുതന്നെയാണ് സ്മൃതി. ഒരു നാടിനെ പൂർണ്ണമായും ഉള്ളലച്ചുകൊണ്ട് തീരാവേദനകൾ ബാക്കിയാക്കിക്കൊണ്ടാണ് 4 പിഞ്ചോമനകൾ യാത്രയായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന തുപ്പനാട് ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിലാണ്. ഖബറടക്ക ചടങ്ങുകൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോഴും ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. നിരവധി ആളുകളാണ് ഈ ഒരു ഖബർസ്ഥാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പിഞ്ചോമനകൾക്ക് അവസാനമായി യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടി ഒരു പിടി മണ്ണ് കൈകളിലെടുത്തുകൊണ്ട് ഖബറിലേക്കിട്ട് അവർക്ക് അവസാനമായി പ്രാർത്ഥന നൽകുന്നതിന് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഏറെക്കുറെ ഖബറടക്ക ചടങ്ങുകൾ ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞു. 4 പിഞ്ചോമനകളെയും റിദ ഫാത്തിമയും, നിദ ഫാത്തിമയും, ഇർഫാനെയും അതുപോലെ തന്നെ ആയിഷയെയും ഒരുമിച്ചുമാണ് ഖബറടക്കിയത്. നമുക്കറിയാം, തുപ്പനാട് ജുമാ മസ്ജിദിന് മുകൾ ഭാഗത്തെ പള്ളിക്കാട്ടിൽ നടന്നു നീങ്ങിയ ദിക്ർധ്വനികളാൽ നടന്നു നീങ്ങിയ വൻ ജനാവലിയെ സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് അല്പസമയം മുമ്പ് ഖബറടക്ക ചടങ്ങുകൾ പൂർത്തിയായത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് മുകൾ ഭാഗത്ത് വിരിച്ച പായയുടെ മുകളിലേക്ക് മണ്ണിട്ടുകൊണ്ട് അത് പൂർണ്ണമായും മൂടുന്നൊരു കാഴ്ചയാണ്. ആളുകൾ ഇപ്പോഴും കാത്തു നിൽക്കുന്നത് ഒരു പിടി മണ്ണതിലേക്ക് ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. അത്രയധികം തീരാദുഃഖം ഈ നാട്ടുകാരെ ഈ ഒരു സംഭവം അത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് അടയാളപ്പെടുത്തുന്ന ഈ ഒരു പങ്കാളിത്തം എന്നുള്ളതാണ്.
എന്തായാലും അല്പസമയം മുമ്പായിരുന്നു തുപ്പനാട് ജുമാ മസ്ജിദിൽ വെച്ച് മയ്യത്ത് നമസ്കാരം നടന്നിരുന്നത്. നിരവധി ആളുകൾ ആ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പിഞ്ചു മക്കൾക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന കാഴ്ചയൊക്കെ തന്നെ അവിടെ കണ്ടു എന്നുള്ളതാണ്. അതിനു മുൻപത്തെ മണിക്കൂറുകളിൽ അത്രത്തോളം സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. മക്കളുടെ ഭൗതികദേഹങ്ങൾ ഈ വീടുകളിൽ എത്തിച്ച സമയത്ത് അത് ഏറ്റുവാങ്ങിയ ഘട്ടത്തിലുണ്ടായ അവിടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾക്ക് തന്നെ അത്രത്തോളം ദുഃഖമുണ്ടാക്കുന്നതായിരുന്നു, വേദനപ്പെടുത്തുന്നതായിരുന്നു. മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ ആർത്ത് കരഞ്ഞു പോകുന്ന സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ഇപ്പോഴും ആ ഒരു ഷോക്കിൽ തന്നെയാണുള്ളത്. ഇപ്പോഴും ഈ മക്കളോടൊപ്പം കളിച്ച ഉല്ലസിച്ചിരുന്ന കുട്ടികൾക്കൊന്നും തന്നെ അതിൻ്റെ ഒരു ഷോക്കിൽ നിന്ന് മോചിതരാവാൻ കഴിഞ്ഞിട്ടില്ല. അവരൊന്നും മടങ്ങിപ്പോയിട്ടില്ല, അല്ലെങ്കിൽ അവരൊക്കെ ഇപ്പോഴും അവരുടെ കൂടെയുണ്ടെന്നൊരു പ്രതീക്ഷയിൽ അബോധമായി കുട്ടികളൊക്കെ തന്നെ ഒരു ഭാഗത്തെ വീടുകളിലൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും അത്രത്തോളം സങ്കടം ഈ ഒരു സംഭവം ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടാക്കിയിരുന്നൊരു മേഖലയായിരുന്നു. നിരവധി ആളുകളുടെ ജീവൻ പൊലിഞ്ഞ മേഖലയാണ്, അപകട മേഖലയാണെന്ന് തുടർച്ചയായി നാട്ടുകാർ പറഞ്ഞ ഒരിടം കൂടിയായിരുന്നു. ഈ ഒരു സംഭവത്തിൽ അപകടങ്ങൾ തുടർച്ചയായിട്ടുണ്ടായിട്ട് അതിനെതിരെ സമരങ്ങളുണ്ടായിരുന്നു, പ്രതിഷേധങ്ങളുണ്ടായിരുന്നു, പരാതികളുണ്ടായിരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ ഒരുമിച്ചിറങ്ങി അതിനെതിരെ രംഗത്ത് വന്നിട്ടും ഒരു നടപടി പോലും സ്വീകരിക്കാൻ ഇവിടെയുള്ള ഉദ്യോഗസ്ഥ വർഗങ്ങൾക്ക്, അധികൃതർക്ക് സാധിച്ചിരുന്നില്ല. അതിലേറ്റവും അവസാനത്തെ ബലിയാടായി അവരുടെ നാട്ടിലൂടെ കളിച്ചുല്ലസിച്ച് നടന്നിരുന്ന 4, 12, 13 വയസ്സുള്ള പിഞ്ചു മക്കളുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു തീരാദുഃഖം ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള നാട്ടുകാരിലുണ്ട്, ആ കുട്ടികളുടെ സഹപാഠികളിലുണ്ട്, ആ കുട്ടികളുടെ വീടുകളോട് ചേർന്ന അയൽവാസികളിലുണ്ട്, അധ്യാപകരുണ്ട്, അനധ്യാപകരിലൊക്കെ തന്നെ ആ ഒരു ദുഃഖം നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് രോഷവും ദുഃഖവും അണപൊട്ടുന്നതാണ് ഇന്നലെ മുതൽ കാണുന്നത്.